അങ്ങനെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ഞാനുണ്ട്, എല്ലാത്തിനും ഞാൻ നോക്കിക്കോളാം. പിന്നെ അച്ഛൻ ഇതൊന്നോർത്ത് ഒരിക്കലും വിഷമിക്കരുത്, ഇവിടെ സമാധാനമായിട്ട് കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനെങ്ങനെ സമാധാനമായിട്ട് കിടക്കുക, നിനക്കെല്ലാം താങ്ങും മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ നോക്കിക്കോളാം അച്ഛാ, ഇവിടെ ഇപ്പോൾ ആൾ വേണ്ടല്ലോ, ഞാനിപ്പോൾ വീട്ടിൽ പോകും, അവിടെ പവിത്രയും കൃഷ്ണമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണ്ടേ, മോളെ അവിടെ ഫോണിങ് തന്നേക്ക് പറയുന്നുണ്ട്. വേണ്ട അച്ഛാ, ഫോണൊക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം, അച്ഛനെന്നെ അത് നോക്കിയിരുന്നു, വെറുതെ വിഷമിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അധികം സംസാരിക്കേണ്ടെന്നൊക്കെ നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കൃഷ്ണമ്മയോട് പറയേണ്ട, ആരെങ്കിലും വിളിച്ചോ മോളെ, ആരും വിളിച്ചില്ല, ഇത് അച്ഛൻ്റെ ഫോണാണോ, മറന്നതാണോ കൊടുക്കാൻ വേണ്ടി, അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തതാണ്, ഇപ്പോൾ ഓരോ വാർത്ത വരുന്നതല്ല, അതുകൊണ്ട് അച്ഛൻ പിന്നെയും വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഭവിത ഇവിടെ മോളെ, അത് ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ് വീട്ടിലേക്കൊരു ഫോൺ കോൾ വരികയാണ്. കമലയാണ് വിളിക്കുന്നത്. അപ്പോൾ കമല പറയുന്നുണ്ട്, ആരാ ഫോൺ എടുത്ത്, ഞാനറിയുന്നേ, ബാലേന്ദ്രനില്ല ഇവിടെ, അച്ഛൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ അച്ഛനോ, ആരുടെ അച്ഛൻ, ഇവിടുത്തെ കുട്ടികളുടെ അച്ഛൻ, മതിയോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമ്മളെ വിളിച്ചിട്ട്, എൻ്റെ ശബ്ദം പിടിക്കുന്നില്ല പുള്ളിക്കാരിക്ക്, അതുകൊണ്ട് മോളെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് കൃഷ്ണയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ആ മോളെ എനിക്ക് അവളെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് കലിയാണ് വന്നത്, കളി വരാനുള്ള നല്ല സമയം തന്നെ ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവിടെ ബാലേന്ദ്രൻ മാത്രമേ ഉള്ളൂ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന ബാലേന്ദ്രൻ ഇപ്പോൾ മോനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അലീന ഗോവർദ്ധനെ വിളിക്കുകയാണ്. അങ്കിളെ, അച്ഛൻ ഹോസ്പിറ്റലാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ രോഹിത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് രോഹിത്തിനെ കൊണ്ടുപോയത്. അപ്പോൾ അത് കണ്ട് അച്ഛന് നെഞ്ചുവേദന വന്ന് ഇപ്പോൾ ഹോസ്പിറ്റലാണ്, ദേവമാത ഹോസ്പിറ്റൽ തന്നെയാണുള്ളത്. പിന്നെ അങ്കിള് അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കണം, പിന്നെ രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള പരിപാടി നോക്കണം, പിന്നെ ആശുപത്രിയിൽ പോയിട്ട് അച്ഛനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കടകളൊന്നും തുറക്കരുത് കുറച്ച് ദിവസത്തേക്കെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഏട്ടൻ പറഞ്ഞോ അങ്ങനെ കടകൾ തുറക്കണ്ടെന്ന്? ഇല്ല, അങ്കിൾ ചോദിച്ചിട്ട് ചെയ്താൽ മതി, അതൊന്ന് കടകൾ അടക്കണമെന്ന് പറഞ്ഞത്, അത് പിന്നെ ആരെങ്കിലും തീ വെക്കുകയോ അല്ലെങ്കിൽ അടിച്ച് പൊട്ടിക്കുകയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്കിൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ എന്നാൽ പിന്നെ ശരി അങ്കിൾ ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഫോൺ വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മനു അലീനയെ വിളിക്കുകയാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ആരോ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നത്. അത് ഹരിയുടെ ഫ്രണ്ടിൻ്റെ ആരോ വിളിച്ചിട്ട് അറിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർക്ക് അതിനേക്കാൾ ശിക്ഷ തന്നെ കിട്ടണം, ആ പെൺകുട്ടി 18 പോലും തികഞ്ഞിട്ടില്ല, ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം, അത് ഹരിയായാലും രോഹിത്തായാലും ശിക്ഷ ലഭിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് 21 വയസ്സല്ലേ ആയുള്ളൂ, അവർ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ മനോട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. രോഹിത് നിൻ്റെ കൂടെപ്പറപ്പല്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആ പെൺകുട്ടിയുടെ കൂടെയാണ്, ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയണേന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ കമല ശിവനെ വിളിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയുന്നത്, എനിക്കിങ്ങനെ ഫോൺ എടുക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ ജോലിയിലല്ലേ, അപ്പോൾ നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ ഞാനിങ്ങനെ ഫോൺ എടുക്കാം. നിങ്ങളുടെ മോൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിലോ? എന്താ? അത് പിന്നെ ഒരു കുട്ടിയെ പേടിപ്പിക്കാനോ? അല്ല, പീഡിപ്പിക്കാൻ, രണ്ടോ ഒന്ന് തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവരും കുറച്ച് കൂട്ടുകാരും പിന്നെ ഒരു പെൺകുട്ടിയും ടൂറിന് പോയി, അപ്പോൾ അതിന് വേണ്ടി അവനെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഹരിയെ മാത്രം ഇറക്കിയാൽ മതി, ഹരിക്ക് വേണ്ടി 25,000 50,000 എല്ലാം ചിലവാക്കണം, പിന്നെ രോഹിത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുന്നത് വേണ്ട, അത് പിന്നെ ബാലേന്ദ്രനുള്ളൊരു ശിക്ഷ ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പറയുന്നുണ്ട്, പോടി പുല്ല്, ഞാൻ അലീനയെ വിളിച്ചോളാം, നിന്നോടൊക്കെ സംസാരിക്കുന്നതിന് ഭേദം അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മനു വീട്ടിലോട്ട് വരുന്നതാണ്. അപ്പം മനുവിനോട് പറയുന്നുണ്ട്, മനു ഹരിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി,
അതെന്താ അമ്മയ്ക്ക് ബാക്കിൽ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്താടാ ഞാനാണോ അവനെ ജാമ്യത്തിൽ ഇറക്കേണ്ടത്? നിങ്ങളൊക്കെ കൂടിയല്ലേ ചെയ്യേണ്ടത്? അമ്മയല്ലേ അവൻ്റെ കാര്യങ്ങളൊക്കെ വളം വെച്ച് കൊടുത്തത്. അത് പിന്നെ അവരുടെ തെറ്റ് പറ്റിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനു നല്ല മാസ്റ്റർ